എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 81 ശ്ലോകം 29 മുതൽ 35 വരെ 7 ശ്ലോകങ്ങൾ. അങ്ങനെ അനേകം നിലകളുള്ള ആ കൊട്ടാരം കണ്ടിട്ട് തന്റെ ഗൃഹം ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് നിൽക്കണ കണ്ടപ്പോ ഏതായി കൊട്ടാരം മണിമാളിക എന്ന് സംശയിച്ചു നിൽക്കുന്നത് ആ കുചേല ബ്രാഹ്മണന് അതിന്റെ ആ ഗൃഹത്തിൽ നിന്ന് തന്റെ പത്നി സർവാഭരണ വിഭൂഷിതയായിട്ട് മഹാലക്ഷ്മിയെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴാണ് ഇത് തന്റെ ഭവനം തന്നെയാണ് എന്ന് മനസ്സിലായി. രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കടന്നപ്പോഴോ അതിമനോഹരങ്ങളായിട്ടുള്ള ഗൃഹോപകരണങ്ങള്, ആസനങ്ങള്, ഇരിക്കാനുള്ള കിടക്കാനുള്ളതും ഒക്കെ സ്വർണം കൊണ്ടുള്ളതാണ്, രത്നം പതിച്ചത്. എന്തൊരു അത്ഭുതം! അങ്ങനെ അതിലേക്ക് പ്രവേശിക്കുകയാണ് കുചേലനും പത്നിയും കൂടിയിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. പയഭേന നിഭാശയ്യ ദാന്താരുക്മപരിച്ഛദാ പര്യങ്ക ഹേമദണ്ഡാനി ചാമരവ്യജനാനി ച. പാൽനുര പോലെ വെളുത്തു വെളുത്തുള്ള ശയ്യകള്, അതിമനോഹരമായ വെളുത്ത വിരികള് വിരിച്ച ശയ്യകള്, സ്വർണാലങ്കാരങ്ങളോടുകൂടിയ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ കട്ടിലുകള്, നല്ല രത്നമൊക്കെ പതിച്ചിട്ടുണ്ട് കട്ടിലുമ്മിലൊക്കെ. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടില്, സ്വർണപ്പിടികളോടുകൂടിയ വെഞ്ചാമരങ്ങള്. എന്താ ഇതൊക്കെ അവര് കാണുന്നത്. ആസനാനിച ഹൈമാനി മൃദൂപസ്തരണാനി ച മുക്താദാമവിളംബിനി വിധാനാനി ദ്യുമന്തിച്ച. മൃദുവായിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള പഞ്ഞ് നിറച്ചിട്ടുള്ള മൃദുക്കളായ മേൽവിരിപ്പുകളോടും കൂടിയ സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയതും രത്നം പതിച്ചതൊക്കെ ആയിട്ടുള്ള സിംഹാസനങ്ങള് ഇരിക്കാനായിട്ട്. പിന്നെയോ മുത്തുമാലകളൊക്കെ ഇങ്ങനെ അതിന്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും പ്രകാശമുള്ള വിധാനങ്ങള്, അലങ്കാരങ്ങളൊക്കെയാണ്. സ്വച്ഛസ്ഫടികഗുഡ്ഡേഷു മഹാമാരകതേഷു ച രത്നദീപാഭ്രാജമാന ലലനാരത്ന സംയുത. ശുദ്ധ സ്ഫടികങ്ങൾ കൊണ്ടും മരതകങ്ങൾ കൊണ്ടും കെട്ടിപ്പടുത്തുയർത്തിക്കുന്ന ചുമര്, ആ ചുമരുകളിലൊക്കെ ഇങ്ങനെ രത്നമയമായ വിളക്കുകള്, അവയുടെ സമീപങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിമാര്. ചുമരില് ചേർത്ത് വെച്ചിരിക്കണ വിളക്കൊക്കെ മുൻപുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ രത്നങ്ങള്, സ്വർണങ്ങള് മുതലായ കൊണ്ടുണ്ടാക്കിയതായിരുന്നു ഇപ്പോഴുള്ള വിളക്കുകൾ. വിലോക്യ ബ്രാഹ്മണ തത്ര സമൃദ്ധി സർവസമ്പദാം തർക്കയാമാസ നിർവ്യഗ്ര സ്വസമൃദ്ധിം അഹൈതുകിം. അങ്ങനെ ആ മന്ദിരത്തില് സർവ സമ്പൽ സമൃദ്ധി കണ്ട ബ്രാഹ്മണൻ അതിലൊന്നും ഒട്ടും ഒരു പരിഭ്രമോ ഒരു ആസക്തി ഒന്നും ഇല്ലാണ്ട് സ്ഥിരചിത്തനായിട്ട്, എന്താണ് എതിർച്ചയാ സംഭവിച്ച തന്റെ ഈ സമൃദ്ധിക്ക് എന്തായിരിക്കും കാരണം? അതിനൊന്നും കണ്ടിട്ട് അതിലിങ്ങനെ വളരെ ആനന്ദം, ആഹാ എന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. എവിടെ നിന്നുണ്ടായി ഒരു ദിവസം കൊണ്ട് ഇത്ര മാറ്റം സംഭവിക്കാൻ എന്താ കാരണം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. മനസ്സിലായി, ഇതെല്ലാം ആ ഇന്ദ്രജാലക്കാരനായിട്ടുള്ള തമത്ഭുതം ബാലകം, അത്ഭുത ബാലന്റെ, ഭഗവാന്റെ, സർവാന്തര്യാമയായ ഭഗവാന്റെ കാരുണ്യ പ്രവാഹം എന്നല്ലാണ്ട് എന്താ പറയാ. നൂനം വദേദർ മമ ദുർഭഗസ്യ ശശ്വൽ ദരിദ്രസ്യ സമൃദ്ധിഹേതു മഹാവിഭൂതേരവലോകദോന്യോ നൈവോപപദ്യേത യദൂത്തമസ്യ.
നിരന്തരം ദരിദ്രനും ഭാഗ്യഹീനനുമായ എന്റെ ഈ സമൃദ്ധിക്ക് ഒരു കാരണമുണ്ട്. അതിന് വേറൊന്നും ആവാൻ സാധ്യതയില്ല. അതെന്താണെന്ന് വെച്ചാൽ, എന്തും ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന ആ മായാശക്തിയെ സ്വാധീനയാക്കി മഹാവിഭൂതി സർവത്ര പരത്തി എങ്ങും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന യദുശ്രേഷ്ഠനായ ആ ശ്രീകൃഷ്ണമൂർത്തിയുടെ കടാക്ഷം തന്നെ. ആ മഹാപ്രഭുവായ ഇന്ദ്രജാലക്കാരനല്ലാതെ ഈ മാതിരി മാറ്റം വരുത്താൻ മറ്റാർക്കും കഴിയില്ല. ഇച്ഛാമാത്രത്താൽ സർവ്വലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആ മഹാപ്രഭുവിനല്ലാതെ മറ്റാർക്കാ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും? നന്വാപ്രുവാണോ ദിശതേ സമക്ഷം യാജിഷ്ണവേ ഭൂര്യവിഭൂരി ഭോജ പർജന്യവത്തൽ സ്വയമേക്ഷമാണോ ദാശാർഹകാണാം ഋഷഭ സഖാമേ. കടാക്ഷമാത്രത്താൽ മഹത്തായ ഐശ്വര്യം തന്നത് അദ്ദേഹമാണെങ്കിൽ ദാ ഞാൻ ഇതൊക്കെ തരാൻ പോണു എന്ന് എന്താ പറയാതിരുന്നത്? എന്റെ സഖാവായ യദുത്തമൻ മുൻകൂട്ടി പറയാതെ തന്നെ യാചകന് വേണ്ടതെല്ലാം നൽകണം. കാരണം എല്ലാം അധികം അനുഭവിക്കുന്ന ആളായതുകൊണ്ട് മറ്റൊരാൾക്ക് എത്ര അധികം കൊടുത്താലും അത് കുറഞ്ഞതാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. കുറഞ്ഞു പോവോ? സ്വല്പം കൊടുത്തത് യാചകൻ അറിയാതെ കഴിക്കുന്നതാണ് നല്ലതെന്നുള്ള വിചാരം കൊണ്ടാണ് കടാക്ഷമാത്രത്താൽ മേഘമെന്ന പോലെ ഭഗവാൻ അങ്ങനെ വർഷിക്കണത്. അതായത് സാക്ഷാൽ ഭഗവാൻ ലക്ഷ്മീകാന്തനായതുകൊണ്ട് സർവ്വ ഐശ്വര്യവും ഭഗവാനിൽ തന്നെ ഉണ്ട്, അല്ലെ? അപ്പൊ സർവവും ഭഗവാനിൽ തന്നെ അടക്കി ഇരിക്കുന്നതിനാൽ ഇനി യാതൊന്നും സിദ്ധിക്കണം എന്നുള്ള ആശയില്ലാത്തത് കൊണ്ട് ആപ്തകാമനമായിരിക്കുന്നു. അദ്ദേഹത്തിന് വേറൊന്നും ആവശ്യമില്ലല്ലോ. ഇത്ര അധികം കൊണ്ട് മാത്രം തൃപ്തനായിരിക്കുന്ന ഒരാള് മറ്റൊരാൾക്ക് എത്രയധികം കൊടുക്കുന്നതായാലും അത് അധികമാണെന്ന് കരുതില്ല. എന്ന് മാത്രല്ല, അത് കുറച്ചേ ഉള്ളൂ, അല്പം ഞാൻ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കുള്ളൂ. അപ്പൊ അല്പമായിട്ട് കൊടുക്കുന്നത് ദാതാവിന് ലജ്ജാഹേതു ആയതുകൊണ്ട് യാചകരെ അറിയിക്കാതെ കൊടുക്കുന്നു. ഞാൻ ഇത്രയല്ലേ കൊടുക്കുള്ളൂ, ഇതിപ്പോ എന്താ അത്ര പറയാനുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ വിചാരം. അതുകൊണ്ടാണ് അദ്ദേഹം പറയാത്തത് എന്നാണ് വിജയലന്റെ ചിന്ത. അപരിമിതമായ ജലത്തിന്റെ അധിപതിയായ മേഘം ചിലപ്പോ കർഷകര് മഴ ആഗ്രഹിക്കുന്ന സമയം അവരറിയാതെ രാത്രി അവര് കിടന്നുറങ്ങുമ്പോ അവരുടെ കൃഷിസ്ഥലത്തിൽ വർഷിച്ച് ജലം സർവത്ര പരത്തുന്നത് പോലെ ഭഗവാനും തന്റെ ഭക്തന് വേണ്ടുന്ന ഭൂരിദ്രവ്യം അവനെ അറിയിക്കാതെ കൊടുക്കുന്നു. പർജന്യവത്തൻ എന്ന് പറഞ്ഞല്ലോ. കർഷകൻ രാത്രി കഴിച്ചു ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് രാത്രി മഴയില്ലല്ലോ, ഇനി ഉണങ്ങി പോകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിടക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല മഴ, അങ്ങനെ കൃഷിസ്ഥലം നനഞ്ഞു. അതാണ്. അപ്പൊ മനസ്സിലെ ഭഗവാന് ആ ഭക്തന്റെ മനസ്സിലായി, ആ വിഷമിക്കുന്ന ആ മനസ്സ്. അതുപോലെയാണ് ആ കർഷകന് മേഘം ചെയ്തതുപോലെ ഭഗവാൻ ചെയ്തു കൊടുക്കണം. കിഞ്ചിൽ കരോത്യുർവപി യൽ സ്വദത്തം സുഹൃത്കൃതം ഫൽകവേ ഭൂരികാരി മയോപനീതം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീൽ പ്രീതിയുതോ മഹാത്മാ. ആ ഭഗവാന്റെ ഉത്തമ ഗുണങ്ങൾ ഇങ്ങനെ സ്മരിക്കുകയാണ് കുചേലൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ താൻ ഭക്തന് നൽകുന്ന എത്ര മഹത്തായ പദാർത്ഥതയും ലഘു, ഇതെന്താ അത് കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കണം. പിന്നെ ഭക്തൻ തനിക്കായി സമർപ്പിക്കുന്ന തുച്ഛ പദാർത്ഥത്തെ എത്രയോ മഹത്താണെന്ന് കരുതുന്നു. അതാണ് അദ്ദേഹത്തിന്റെ മഹാത്മ്യം. ഒരു പിടി 4 പിടി അവില് കൊണ്ടു കൊടുത്തു, എത്ര വലിയ കാര്യമാണെന്ന്. എന്താ സുധാമാവേ ഇതിന്റെ ഒരു സാധു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ അതിനെ എത്രയോ പുകഴ്ത്തി ഭഗവാൻ. താൻ കൊടുക്കണതോ അയ്യോ ഇതൊക്കെ എത്ര കുറച്ച്. അതുകൊണ്ടല്ലേ ആ മഹാത്മാവ് ഞാൻ കൊണ്ടുപോയ ഒരു പിടി അവലിനെ ബഹുപ്രീതിയോടെ സ്വയമേവ എടുത്തു പൂജിച്ചത്. അങ്ങോട്ട് ഓർക്കും തോറും സുധാമാവിന് ഹൃദയം അങ്ങനെ വിങ്ങണ്. ഭഗവാന്റെ ആ കാരുണ്യം വർഷത്തെ ആലോചിക്കും. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.